السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തു മുഹമ്മദിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറയുകയുണ്ടായി, 10ാമത്തെ ആയത്തിൽ, അഫലം യസീറു ഫിൽ അർദി ഫയൻദുറു കൈഫ കാന ആഖിബത്തു അല്ലദീന മിൻ ഖബ്ലിഹിം ദമ്മറ അല്ലാഹു അലൈഹിം വലിൽ കാഫിരീന അംസാലുഹാ. അഫലം യസീറു ഫിൽ അർദ്, അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കുന്നില്ലേ? ഫയൻദുറു, എന്നിട്ട് അവർ നോക്കിക്കാണുന്നില്ലേ? കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുൻപുള്ളവർക്ക് ഉണ്ടായ അവസാനം എങ്ങനെയായിരുന്നു, അവരുടെ എല്ലാം പര്യവസാനം എങ്ങനെയായിരുന്നു? ദമ്മറല്ലാഹു അലൈഹിം, അല്ലാഹു അവരെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. വലിൽ കാഫിരീന അംസാലുഹാ, വലിൽ കാഫിരീന, ഈ കാഫിറുകൾക്കും അംസാലുഹ, അതുപോലുള്ള ശിക്ഷയാണ് ഉണ്ടായിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയം അതുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കാൻ, എന്നിട്ട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ കൽപ്പിക്കുന്നു. പഴയ സമൂഹങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന്. പഴയ ആളുകൾക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നോക്കാൻ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞു. നൂഹ് നബിയുടെ സമുദായം, ആദ് സമുദായം, സമൂദ് ഗോത്രം തുടങ്ങിയവയെല്ലാം അല്ലാഹു റബ്ബുൽ ആലമീൻ നശിപ്പിച്ചിട്ടുണ്ട്. വലിൽ കാഫിരീന അംസാലുഹ, ഈ കാഫിറുകൾക്കും അതുപോലെ ഉള്ളതാണ് ഉണ്ടായിരിക്കുക. ذلك بأن الله مولى الذين آمنوا, കാരണം എന്തെന്നാൽ ذلك بأن الله, കാരണം അല്ലാഹു മൗല الذين آمنوا, അല്ലാഹു മുഅ്മിനുകളായ ആളുകളുടെ, അവനിൽ വിശ്വസിച്ചവരായ ആളുകളുടെ മൗല, രക്ഷാധികാരിയാകുന്നു. وأن الكافرين لا مولى لهم, എന്നാൽ കാഫിറുകളായ ആളുകൾ അവർക്ക് ലാ മൗലാ ലഹും, അവർക്ക് ഒരു രക്ഷാധികാരി ഇല്ല. അല്ലാഹു മുഅ്മിനീങ്ങളുടെ രക്ഷാധികാരിയാകുന്നു. എന്നാൽ അല്ലാഹുവിനെ നിഷേധിച്ച, അവന്റെ ദീൻ സ്വീകരിക്കാത്ത ആളുകൾക്ക് ഒരു മൗല, ഒരു രക്ഷാധികാരി ഇല്ല. അല്ലാഹു മുഅ്മിനുകളുടെ വലിയാണ്, അവരുടെ രക്ഷ ഏറ്റെടുത്തവനാണ്. അതുകൊണ്ട് അല്ലാഹു അവരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മോചിപ്പിക്കുന്നു. അല്ലാഹു അവരുടെ കാവൽ ഏറ്റിരിക്കുന്നു. ഉഹദിന് ശേഷം, ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോൾ, അന്ന് മുശ്രിക്കുകളുടെ നേതാവായിരുന്ന അബൂ സുഫിയാൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു, അഫീക്കും മുഹമ്മദ്, മുഹമ്മദുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? അഫീക്കും ഇബ്നു അബി ഖുഹാഫ, അബൂ ഖുഹാഫയുടെ മകനുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? അഫീക്കും ഇബ്നുൽ ഖത്താബ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഉമറുണ്ടോ? മൂന്നാളെയാണ് ചോദിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ്. കാരണം ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പോലും അറിയാം, ഇസ്ലാമിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ അബൂബക്കറും ഉമറുമാണ് എന്ന്. പിന്നെ ആർക്കാണത് അറിയാതെ പോയത്? റാഫിദത്തിനാണ്, ഷിയഈകൾക്കാണ്. ഷിയാക്കൾ ഈ ഇസ്ലാമിലെ ഏറ്റവും നല്ല ആളുകളെയാണ് ചീത്ത വിളിക്കുന്നതും ഇബാദത്തായി കാണുന്നതും. അവരുടെ ദീനിലേക്ക് ചേരണമെങ്കിൽ തന്നെ അബൂബക്കറിനെയും ഉമറിനെയും ശപിച്ചാലേ സാധിക്കുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്, അവരും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല.
എന്നത് മനസ്സിലാക്കാൻ ഇതിൽ പരം വേറൊരു തെളിവിൻ്റെ ആവശ്യമില്ല. ഇസ്ലാമിക ലോകത്തുള്ള സകല കുഴപ്പങ്ങളുടെയും പിന്നിൽ ഒളിഞ്ഞും തെളിഞ്ഞും അവരാണ്. ഇതിൽ യാതൊരു സംശയവും ബുദ്ധിയുള്ളവർക്ക്, നന്നായി കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കുന്നവർക്ക് ഉണ്ടാവുകയില്ല ഇൻഷാ അല്ലാഹ്. അങ്ങനെ അബൂ സുഫിയാൻ ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഉമറും ഇത് കേൾക്കുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാൻ ഒരുങ്ങിയ ഉമറിനെ തടഞ്ഞു, ഒന്നും മിണ്ടരുതെന്ന് പറഞ്ഞു. അങ്ങനെ മൂന്നും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കദബ്ത യാ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു, നീ പറഞ്ഞത് കളവാണ്. അബൂ സുഫിയാൻ ഇവരെ വിളിച്ചു കേൾക്കാത്തപ്പോൾ പറഞ്ഞു, മൂന്നാളും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ മറുപടി പറഞ്ഞു. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമാണ് തടഞ്ഞത്, പിന്നെ തടഞ്ഞിട്ടില്ല. കാരണം മൂന്നും പറഞ്ഞതിന് ശേഷം മറുപടി പറയുമ്പോഴാണ് അവിടെ ആ മറുപടിക്ക് കൂടുതൽ ബലമുണ്ടാകുന്നത്. കദബ്ത യാ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു കളവാണ് പറഞ്ഞത്. ബൽ അബ്ഖല്ലാഹു തആല ലക മാ യസൂഉക്, നിനക്ക് മോശമായത് അല്ലാഹ് ബാക്കി വെച്ചിട്ടുണ്ട്. നീ പേരെടുത്തു വഇന്നൽ ലദീന അദത്ത ലഅഹ്യാ വഇന്നൽ ലദീന അദ്ദത ലഅഹ്യാ, നീ എണ്ണി പറഞ്ഞവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, യൗമുൻ ബിയൗമി ബദർ, ഇത് ബദറിന് പകരമാണ്. ഉഹദിലാണ് ഈ വർത്തമാനം. യൗമുൻ ബിയൗമി ബദർ വൽ ഹർബു സിജാൽ, യുദ്ധം ഇങ്ങനെയാണ്, സിജാലാണ്. എപ്പോഴും ഒരു കൂട്ടർ ജയിക്കുകയില്ല, അപ്പുറത്തിപ്പുറത്തും ഉണ്ടാകും. അമ ഇന്നകും സതജിദൂന മുസ്ലതൻ, എന്നിട്ട് അബൂ സുഫിയാൻ പറഞ്ഞു, കൊല്ലപ്പെട്ടവരിൽ ചിലരെ ചിത്രവധം ചെയ്തതായി നിങ്ങൾക്ക് കാണാം. മുസ്ലതൻ എന്ന് പറഞ്ഞാൽ കൊന്നതിന് ശേഷം ശരീരം വികൃതമാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൽ അത് വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും ശത്രുവിനെ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നിങ്ങളുടെ കൂട്ടത്തിൽ കാണാം. ചിലരെ ശരീരം കുത്തിക്കേറിയിട്ടുണ്ട്. ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ശത്രുക്കൾ അങ്ങനെ ഉഹദിൽ ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ചിലരെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അബൂ സുഫിയാൻ പറഞ്ഞു, ലം ആമുർ ബിഹ, അത് ഞാൻ കൽപ്പിച്ചിട്ടില്ല. അബൂ സുഫിയാനാണ് നേതാവ്. അത് ഞാൻ കൽപ്പിച്ചിട്ടതല്ല. വലം അൻഹ അൻഹ, പക്ഷെ ഞാനത് വിലക്കിയിട്ടില്ല. ഞാൻ കൽപ്പിച്ചിട്ടൊന്നുമില്ല, ഞാൻ വിലക്കിയിട്ടുമില്ല എന്ന് അബൂ സുഫിയാൻ പറഞ്ഞു. സുമ്മ ദഹബ യർതജിസ്, എന്നിട്ട് പിന്നെ അബൂ സുഫിയാൻ വിജയം ആഘോഷിക്കുന്ന രൂപത്തിൽ പറഞ്ഞു, ഒരു ഷെയറിന്റെ കവിതയുടെ രൂപത്തിൽ പറഞ്ഞു, ഹുബുൽ അവരുടെ ഒരു ഇലാഹാണ്, അവരാരാധിക്കുന്ന ഒരു ബിംബം. ഹുബുൽ ഉന്നതമാകട്ടെ, അവരുടെ ദൈവങ്ങളെ വിളിച്ച് അതിനെ പുകഴ്ത്തി പറയുന്ന സംസാരം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ തുജീബൂ, മറുപടി പറയുന്നില്ലേ? തൗഹീദിന് നിരക്കാത്തൊരു വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മിണ്ടാതിരിക്കാൻ പറയില്ല. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ മറുപടി പറയേണ്ടത്? ഖൂലു അല്ലാഹു അഅല വ അജൽ, അല്ലാഹുവാണ് ഏറ്റവും ഉന്നതൻ, അവനാണ് ഏറ്റവും മഹത്വമുള്ളവൻ എന്ന് മറുപടി പറയുക. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, ലനൽ ഉസ്സ വല ഉസ്സ ലക്കും, നമുക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. അള്ളാഹു ചോദിച്ച അവരുടെ പ്രധാനപ്പെട്ട 3 ഇലാഹുകളിൽ ഒന്നാണ് ഉസ്സ. ഖുർആനിൽ അള്ളാഹു എടുത്തു പറഞ്ഞ ഒന്ന്, അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത الثالثة الأخرى, അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ, ലാത്തയും ഉസ്സയും നിങ്ങൾ കണ്ടില്ല, അതിനെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരൂ. വമനാത الثالثة الأخرى, മൂന്നാമത് മറ്റൊരു മനാത്തയും. അവരുടെ പ്രധാനപ്പെട്ട 2 ഇലാഹുകളാണ് ലാത്തയും ഉസ്സയും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൽ അത് വീണ്ടും ആരാധിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നഊദു ബില്ലാഹ്. ലാ തദ്ഹബു ലൈലു വന്നഹാറു ഹത്താ തുഅബദ അല്ലാത്തു വൽ ഉസ്സ, ലാത്തയും ഉസ്സയും വീണ്ടും ആരാധിക്കപ്പെടുന്നതുവരെ രാപ്പകലുകൾ പോയി പോവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും ശിർക്ക് തിരിച്ചു വരും. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നശിപ്പിക്കപ്പെട്ട ബിംബങ്ങളാണ് അതെല്ലാം, ലാത്തയും ഉസ്സയും. അവസാനം ഇസ്ലാമിന് വിജയം ലഭിച്ചപ്പോൾ പക്ഷേ അത് തിരിച്ചു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം ശിർക്കിന്റെ കാര്യം അങ്ങനെയാണ്. അതിനുള്ള വലിയ ഉദാഹരണമാണ് നൂഹ് നബിയുടെ കാലത്ത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇബാദത്ത് ചെയ്യപ്പെട്ട വദ്, സുവ, യഗൂസ്, യഊഖ്, നസർ, അതങ്ങനെ തന്നെ മക്കയിലുണ്ടായിരുന്നു.
ഏത് കാലം ഇബാദത്ത് ചെയ്യപ്പെട്ടതാണത്? അങ്ങനെയാണ് ഷിർക്കിന്റെ കാര്യം. പല സ്ഥലത്തും ഷിർക്ക് മുളപൊട്ടുന്നത് അങ്ങനെയാണല്ലോ. ഒന്നും ഇല്ലാത്ത നാടായിരിക്കും. അപ്പോൾ പറയും ഏതെങ്കിലും ഒരാൾ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, സ്വപ്നത്തിൽ എന്നോട് ഇന്ന ആൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന വലിയ പണ്ട് ജീവിച്ച നാടിതാണ്, ഇന്ന സ്ഥലത്ത് കുഴിക്കണം. അപ്പോൾ അവിടെ കുഴിച്ചു, അവിടെ ഇങ്ങനെ കണ്ടു അങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ ദർഗകൾ ഉയരുകയായി, അല്ലെങ്കിൽ ഷിർക്കിന്റെ മറ്റുള്ള രൂപങ്ങൾ ഉയരുകയായി. പിശാച് അതിന് തക്കവണ്ണം പലർക്കും പലതും കാണിച്ചു കൊടുത്തേക്കും അല്ലേ? സ്വപ്നം, പിശാച് സ്വപ്നത്തിൽ കളിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ വക ആളുകളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ആയുധമാണ് സ്വപ്നം. സ്വപ്നം എന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ആയുധമാണ്. ഒരിക്കലൊരു സഹോദരൻ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ മുന്നിലിരിക്കുകയാണ് രണ്ടാളുകൾ. അയാൾ നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ഒരാൾ ദൈവത്തിൻ്റെ ഭക്തനാണ്, പ്രായമുള്ള ഒരാൾ, അയാളുടെ ഭാര്യയും. ഈ സഹോദരൻ എങ്ങനെയാണ് ഈ രണ്ടുപേർക്ക് എങ്ങനെയെങ്കിലും ദഅവത്ത് നടത്തണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചാടിക്കയറി എന്തെങ്കിലും സംസാരിക്കാൻ മടി തോന്നും, എന്തെങ്കിലും ഒരു വഴി കിട്ടണം, ഒരു തുടക്കം കിട്ടാൻ ആഗ്രഹിക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇയാൾ ഇങ്ങോട്ട് ദഅവത്ത് ആരംഭിച്ചു. എന്ത്, നമ്മളെ ആൾ ദൈവം ഇങ്ങനെയാണ്, ഇയാൾ മുസ്ലിമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളുകളും വരാറുണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ ഈ സഹോദരന് അവസരം കിട്ടിയല്ലോ പറയാൻ. അയാൾ പറയാൻ തുടങ്ങിയപ്പോൾ അയാൾ കാര്യമായ അയാളുടെ തെളിവെന്താണെന്ന് പറഞ്ഞാൽ, അയാൾ ആളുകളെ എങ്ങനെയാണ് ഇതിലേക്ക് ക്ഷണിക്കുക, അയാൾ ഈ ആൾ ദൈവത്തിലേക്ക് ക്ഷണിക്കും, സംസാരിക്കും. എന്നിട്ട് ഈ കേട്ട ആളുണ്ടല്ലോ, അയാൾ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുകയാണ് ഇയാളുടെ ആൾ ദൈവത്തെ. അതോടെ വിവരമില്ലാത്ത, ഈമാൻ ഉറച്ചിട്ടില്ലാത്ത ആളുകൾ വീഴും. കാരണം കണ്ടോ, അയാൾ പറഞ്ഞ അതേ കാര്യം ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഇതിലെന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് പിന്നെ അതിൽ പെട്ടുപോവുകയാണ്. അങ്ങനെ ഇയാൾ ഈ സഹോദരനോട് പറഞ്ഞു, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ സ്വപ്നം കാണും എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്തിനാണ് സ്വപ്നത്തിൻ്റെ ആവശ്യം? അള്ളാഹു നേരെ ഇറക്കി തന്ന കിതാബ് നമ്മളെ മുന്നിലോട്ട്, സ്വപ്നത്തിൻ്റെ ആവശ്യമില്ലല്ലോ. റബ്ബ് നേർക്ക് നേരെ പറഞ്ഞ കാര്യമാണ്, എല്ലാവർക്കും മുന്നിൽ തുറന്നു വറക്കപ്പെട്ട ഗ്രന്ഥം അതിതാ എന്ന് പറഞ്ഞ് ഈ സഹോദരൻ ദഅവത്ത് ആരംഭിച്ചു. അപ്പോൾ ഇയാൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ ഭാര്യ, പ്രായമുള്ള വേറൊരു സ്ത്രീ, അപ്പോൾ ഈ സ്ത്രീയും കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സ്ത്രീ നന്നായി ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഇയാൾക്ക് പേടി വന്നു, ചിലപ്പോൾ പെണ്ണുങ്ങളെങ്ങാനും മാറിപ്പോയാലോ. അപ്പോൾ അയാൾ രാത്രിയായിരുന്നു ട്രെയിൻ, അയാൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് കിടക്കല്ലേ അല്ലേ എന്ന് പറഞ്ഞ് വേഗം സംസാരം അവസാനിപ്പിച്ച് കയറി കിടന്നു. പിന്നെ സംസാരിക്കാൻ അവസരം ഉണ്ടായില്ല. അപ്പോൾ നോക്ക്, സ്വപ്നം എന്നത് ഈ ആളുകളുടെ, ശിർക്കിൻ്റെ ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ഉപായമാണ്. സ്വപ്നത്തിൽ വരും എന്നത്, സ്വപ്നത്തിൽ ശൈത്താൻ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോശം സ്വപ്നം പിശാച് കാണിച്ചു കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മോശമായ സ്വപ്നങ്ങൾ, ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, അപകടങ്ങളുടെ സ്വപ്നങ്ങൾ, പ്രിയപ്പെട്ട ആളുകൾ മരിക്കുന്ന അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്ന സ്വപ്നങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ കണ്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പിശാചിൽ നിന്നാണ്. അത് ആരോടും പറയരുത്, മറിച്ച് അള്ളാഹുവിനോട് പിശാചിൽ നിന്ന് രക്ഷ തേടുകയും ഇടതുഭാഗത്ത് 3 തവണ തുപ്പുകയും ചെയ്യുക. ചെറുതായി ഉമിനീര് തെറിപ്പിച്ചുകൊണ്ട് ഊതുക. അള്ളാഹുവിനോട് പിശാചിൽ നിന്ന് രക്ഷ തേടുക. അതുകൊണ്ട് യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. സ്വപ്നം, അങ്ങനത്തെ സ്വപ്നങ്ങൾ ജനങ്ങളോട് പറയാൻ നിൽക്കരുത്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അർറുയ, സ്വപ്നം എന്നത് ഒരു പക്ഷിയുടെ കാലിലാണുള്ളത്. അത് അത് വ്യാഖ്യാനിക്കപ്പെട്ടാൽ, അത് പറയപ്പെട്ടാൽ അത് സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറയാതിരിക്കുക. കാരണം അത് ചിലപ്പോൾ അതുപോലെ നടന്നേക്കാം, മോശമായ കാര്യങ്ങൾ. പറയാതിരിക്കുക, അള്ളാഹുവിൻ്റെ വിധിയാൽ അത് നടന്നേക്കാം. പറയാതിരിക്കുക, അള്ളാഹുവിനോട് കാവൽ തേടുക. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. നല്ല സ്വപ്നമാണോ അള്ളാഹു കാണിച്ചു തരുന്നതാണ്, അത് നമുക്കിഷ്ടമുള്ള, നമ്മുടെ അസൂയൊന്നുമില്ല എന്ന് നമുക്കറിയില്ല പ്രിയപ്പെട്ട ആളുകളോട് പറയാം. നല്ല സ്വപ്നങ്ങൾ പറയാം. അപ്പോൾ ഈ വക സ്വപ്നങ്ങൾ അതിലൂടെ ആളുകളെ ശിർക്കിലേക്ക് നയിക്കുക, ഈ ആളുകളുടെ
ഷിർക്കിന്റെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട രീതിയാണ്. സ്വപ്നത്തിന്റെ പേരിൽ ദർഗകൾ കെട്ടിപ്പൊക്കുക, ഷിർക്കിന്റെ മറ്റുള്ള ആരാധനാ കേന്ദ്രങ്ങൾ പല സ്ഥലത്തും പല മുക്കുമൂലകളിൽ ഒന്നും ഉണ്ടായിട്ടില്ല, മെഴുകുതിരി കത്തിച്ചു തുടങ്ങും, പിന്നെ അത് വലുതായി വലുതായി അങ്ങനെ വലുതാക്കും. ഇങ്ങനെ എത്രയോ സ്ഥലങ്ങളിലുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അബൂ സുഫിയാൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇസ്സയുണ്ട്, നിങ്ങൾക്ക് ഇസ്സയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ തുജീബൂഹ്, മറുപടി പറയുന്നില്ലേ? സഹാബത്ത് ചോദിച്ചു, എന്താണ് മറുപടി പറയേണ്ടത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു മൗലാന വലാ മൗലാ ലക്കും. അല്ലാഹു മൗലാന വലാ മൗലാ ലക്കും. അല്ലാഹുവാണ് ഞങ്ങളുടെ മൗല, ഞങ്ങളുടെ രക്ഷാധികാരി, നിങ്ങൾക്കൊരു രക്ഷാധികാരിയില്ല. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. ذلك بأن الله مولى الذين آمنوا وأن الكافرين لا مولى لهم. ذلك بأن الله مولى الذين آمنوا وأن الكافرين لا مولى لهم. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار. إن الله തീർച്ചയായും അല്ലാഹു യുദ്ഖിലു, അവൻ പ്രവേശിപ്പിക്കുന്നതാണ്, الذين آمنوا وعملوا الصالحات, വിശ്വസിക്കുകയും അല്ലാഹുവിലും അവന്റെ ദീനിലും വിശ്വസിക്കുകയും വഅമിലു പ്രവർത്തിക്കുകയും ചെയ്തവർ, സാലിഹാത്ത് സാലിഹായ സൽപ്രവർത്തനങ്ങൾ, അവരെ അല്ലാഹു പ്രവേശിപ്പിക്കും. ജന്നാത്തിൻ, സ്വർഗങ്ങളിൽ അല്ലാഹു അവരെ പ്രവേശിപ്പിക്കും, സ്വർഗത്തോപ്പുകളിൽ അല്ലാഹു അവരെ പ്രവേശിപ്പിക്കും. തജ്രി, ഒഴുകുന്നു, മിൻ തഹ്തിഹ, അതിന്റെ താഴ്ഭാഗത്തുകൂടെ, അൽ അൻഹാർ, അരുവികൾ ഒഴുകുന്നു. വല്ലദീന കഫറു, എന്നാൽ അല്ലാഹുവിലും അവന്റെ ദീനിലും അവിശ്വസിച്ചവർ, യതമത്തഊന, അവർ സുഖിക്കുന്നു, വയഅകുലൂന, അവർ തിന്നുന്നു, കമാ തഅകുലുൽ അൻആം, അൻആം തിന്നുന്നതുപോലെ, കാലികൾ തിന്നുന്നതുപോലെ തിന്നുന്നു. വന്നാറു മസ്വൽ ലഹും, നരകമാകുന്നു മസ്വ, അവരുടെ സങ്കേതം. മസ്വൻ ലഹും, അവർക്കുള്ള സങ്കേതം, അവർക്കുള്ളത് ദുനിയാവ് മാത്രമാണ്. എന്നാൽ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ ദുനിയാവിൽ അവരെ അനുഗ്രഹിച്ച് അല്ലാഹു അവർക്ക് ഭക്ഷണപാനീയങ്ങളും സുഖസൗകര്യങ്ങളും നൽകിയതുപോലെ ആഖിറത്തിലും അതിനേക്കാൾ നന്നായി റബ്ബ് അവർക്ക് നൽകുന്നതാണ്. എന്നാൽ അല്ലാഹുവിലും അവന്റെ ദീനിലും വിശ്വസിക്കാത്തവരുടെ സ്ഥിതി എന്താണ്? അവരെ അല്ലാഹു പറഞ്ഞത് അവർ സുഖിക്കുന്നു, തിന്നുന്നു, കാലികൾ തിന്നുന്നത് പോലെ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലെ സുഖമല്ലാതെ മറ്റൊന്നും ചിന്ത അവർക്കില്ല. കാരണം ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവന് ഈ ദുനിയാവിൽ സുഖിക്കണമെന്നല്ലാതെ വേറെന്ത് ചിന്ത ഉണ്ടാകാനാണ്? ആഖിറത്തിൽ വിശ്വസിക്കാത്തവൻ, അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താണ് അവന് ചെയ്തുകൂടാത്തത്? എന്ത് നിയമമാണ് അവനെ നിയന്ത്രിക്കാനുള്ളത്? യാതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൽ വിശ്വസിക്കാത്ത മതനിഷേധികൾ, അവരെ സംബന്ധിച്ചിടത്തോളം എന്തും അവർക്ക് ഹലാലാണ്, ഒരു ഹറാമുമില്ല. എന്തും അവർക്ക് വേണ്ടതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമാണ്. എന്നുമാത്രമല്ല, അവരവരുടെ സിദ്ധാന്തമായി പറയുന്ന കാര്യമാണ് സത്യം, നീതി, ഇതൊക്കെ ആപേക്ഷികം മാത്രമാണ്. അതായത് ഒരാൾക്ക് നീതിയായത്, ഒരാൾക്ക് ശരിയായത് എല്ലാവർക്കും ശരിയാകണമെന്നില്ല. ഒരു പൊതുവായ ശരി അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ആർക്കും എന്തും ചെയ്യാം. വേറൊരാൾ ഓരോരുത്തരെ ഉപദ്രവിക്കുന്നു, എന്തിനാണ് നീ ആളെ ഉപദ്രവിക്കുന്നത്? എനിക്ക് അത് ശരിയാണെന്ന് തോന്നി. ശരി, നീ ശരിയാണെന്ന് തോന്നിയതുകൊണ്ട് നീ ജീവിച്ചാൽ പോരെ. അത് മറ്റുള്ളവന്റെ സ്വത്തെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവനെ ഉപദ്രവിച്ചുകൊണ്ടാകാൻ പാടുണ്ടോ? അത് തെറ്റല്ലേ? അത് നിങ്ങൾക്കാണ് തെറ്റ്, എനിക്ക് തെറ്റല്ല എന്ന് പറയാം. അതുകൊണ്ട് മതനിഷേധികളെ സംബന്ധിച്ചിടത്തോളം ഏത് തിന്മയാകട്ടെ, നമുക്ക് പറയാനറക്കുന്ന തിന്മകൾ ആകട്ടെ, അവർ അതനുവദിക്കുന്നവരാണ്. അതുകൊണ്ട് ദുനിയാവിലെ ഏതേത് തിന്മയുടെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ അവർക്കാണ്, നമുക്കല്ല, ദീനിന്റെ ആളുകൾക്കല്ല. കാരണം അള്ളാഹുവിന്റെ ദീൻ അത് വിലക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ചെയ്യുന്ന തിന്മകളാകട്ടെ, അതിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിനല്ല, ഈ ആളുകൾക്കാണ്.
കാരണം നിങ്ങളുടെ ആശയത്തോട് ഈമാൻ മറന്നുപോകുന്ന സന്ദർഭത്തിലാണ് നമ്മളാളുകൾ ആ തിന്മയിൽപ്പെടുന്നത്. അവിടെ നമുക്കല്ല ഉത്തരവാദിത്തം. കാരണം അള്ളാഹു അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്. ദീനിൽ അത് വിലക്കിയ വചനങ്ങൾ, അള്ളാഹുവിന്റെ ആയത്തുകൾ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എവിടെ? നിങ്ങളുടെ ആചാര്യന്മാർ അവരെഴുതിയ ഗ്രന്ഥങ്ങളിൽ, അവരെഴുതിയ നിയമസംഹിതകളിൽ എവിടെ? ഇല്ല. അതിൽ ഇതൊക്കെ അനുവദിക്കാണ് ചെയ്യിച്ചത്. നേർക്ക് നേരെ അനുവദിച്ചിട്ടില്ലെങ്കിൽ വ്യംഗ്യമായി അനുവദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിശ്വാസം അത് തോന്നിയതുപോലെ ജീവിക്കാനാണ് ജനങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിന്റെ ഉദ്ദേശം ഇതാണ്: സുഖിക്കുക, തിന്നുക, കുടിക്കുക. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഫീ ദുനിയാഹും യതമത്തഊന ബിഹാ വയഅകുലൂന മിൻഹാ കമാ തഅകുലുൽ അൻആമു ഖദ്ബൻ വഖദ്മൻ വലൈസ ലഹും ഹിമ്മത്തുൻ ഇല്ലാ ഫീ ദാലിക്. അവരിങ്ങനെ തിന്നുന്നു, കുടിക്കുന്നു, അവർക്ക് അതല്ലാതെ വേറൊരു ഹിമ്മത്ത്, വേറൊരു ചിന്തയില്ല, വേറൊരു ആഗ്രഹമില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മുഅ്മിനു യഅകുലു ഫീ മിഅൻ വാഹിദ് വൽ കാഫിറു യഅകുലു ഫീ സബ്അതി അംആ. അൽ മുഅ്മിനു യഅകുലു ഫീ മിഅൻ വാഹിദ്, മുഅ്മിൻ ഒരു വയറ്റിലാണ് തിന്നുക. വൽ കാഫിറു എന്നാൽ അല്ലാഹുവിനും അവന്റെ ദീനിൽ വിശ്വാസമില്ലാത്തവൻ യഅകുലു ഫീ സബ്അതി അംആ, അവൻ 7 വയറ്റിൽ ഭക്ഷണം കഴിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന ചില സഹാബിമാർ, അവർ കാഫിറായിരിക്കെ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്ന അളവ് മുസ്ലിം ആയതിനു ശേഷം അവർക്ക് കഴിക്കാൻ സാധിക്കുന്നില്ല. ധാരാളം പാൽ കറന്നു കൊടുത്തിട്ടൊന്നും ആളെ പുരി തീരുന്നില്ല, വയറ് നിറയുന്നില്ല. അങ്ങനത്തെ ആളെ ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായപ്പോൾ നേരത്തെ കുടിച്ചതിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടി കുടിക്കാൻ സാധിക്കുന്നില്ല. സഹാബത്തിന്റെ അനുഭവമാണത്. അത് സഹോദരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഒരു ഹദീസ് അതെടുത്തു പറഞ്ഞിട്ട് പറഞ്ഞു, ആരോഗ്യ സംരക്ഷണം മുഴുവൻ ഈ ഹദീസിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നടു നിവർത്താനുള്ള ഭക്ഷണം അവന് മതിയാവും. അവന്റെ നട്ടല് നേരെ നിർത്താനുള്ള ഭക്ഷണമേ അവന് വേണ്ടതുള്ളൂ. നിനക്ക് തിന്നേ തീരൂ എന്നാണെങ്കിൽ ഫസൂലുസുൻ ലിതആമിഹി ഫസൂലുസുൻ ലിശറാബിഹി വസൂലുസുൻ ലിനഫസിഹി. തിന്നേ പറ്റുമെങ്കിൽ 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 ശ്വാസം വിടാൻ വേണ്ടി നീ ഒഴിച്ചു നിർത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ആരോഗ്യ സംരക്ഷണം മുഴുവൻ യഥാർത്ഥത്തിൽ ഈ ഹദീസിൽ ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്തിന്റെ ഭക്ഷണം അത് അങ്ങനെയായിരുന്നു. കാരണം അതല്ലെങ്കിൽ ആരോഗ്യത്തിന് പ്രയാസങ്ങൾ ഉണ്ടാകും. ആരോഗ്യം അത് അള്ളാഹു നൽകിയ നിഅമത്താണെന്നും അത് നിലനിർത്തുക എന്നത്, അത് നിലനിർത്താനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുസ്ലിമിന്റെ ബാധ്യതയാണെന്നും ഇമാം ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. കാരണം അള്ളാഹുവിന്റെ നിഅമത്താണ്, അത് കളഞ്ഞു കുളിക്കാൻ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ട ശർഈയായ കാര്യങ്ങൾ, അതായത് ശരിയായ കാര്യങ്ങൾ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതല്ല. ചില ആളുകൾ എന്തൊക്കെയോ പറയും, യാതൊരു അടിസ്ഥാനവുമില്ലാത്തത് അവരുടെ വകയായി, അത് നിന്നുകൂടാ, ഇത് നിന്നുകൂടാ, അത് അങ്ങനെയാണ്, ഇതിങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ അതല്ല, വ്യക്തമായ തെളിവുകൾ, വ്യക്തമായ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിഞ്ഞിട്ടുള്ള, വ്യക്തമായ ജനങ്ങളുടെ ധാരാളക്കണക്കിന് അനിഷേധ്യമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണോ അതൊരു മുസ്ലിം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ആരോഗ്യം എന്നതിനാൽ അതിൽ പ്രധാനപ്പെട്ടതാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അമിതമാക്കരുത് എന്നത്. അള്ളാഹു പറഞ്ഞു, വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, വെള്ളം കുടിച്ചോളൂ, എന്നാൽ നിങ്ങൾ അമിതമാക്കരുത്. അമിതമാക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല. കസ്റത്തു തആം, ധാരാളം അമിതമായ ഭക്ഷണം, അതുപോലെ അമിതമായ ഉറക്കം, അമിതമായ ചിരി, അമിതമായ സംസാരം, ഇതെല്ലാം ഹൃദയത്തിന് രോഗമുണ്ടാക്കുന്ന കാര്യമാണ്. ഹൃദയത്തിന് രോഗമുണ്ടാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് അമിത ഭക്ഷണം, അമിതമായ ഉറക്കം, അമിതമായ സംസാരം, അമിതമായ ചിരി. ഇതെല്ലാം അതിലെല്ലാം മിതത്വം ഒരു മുഅ്മിൻ പാലിക്കേണ്ടതുണ്ട്. അതിലെല്ലാം ഒരു മുഅ്മിൻ
മിതത്വം പാലിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവി ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിദ് ദഈഫ്. ഒരു ശക്തനായ മുഅ്മിനാണ് ദുർബലനായ മുഅ്മിനേക്കാളും ഖൈറും അല്ലാഹുവിന് ഇഷ്ടമുള്ളവരും. വഫി കുല്ലിൻ ഖൈർ, എല്ലാ മുഅ്മിനിലും ഖൈറുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ളവരിലാണ് കൂടുതൽ ഖൈറുള്ളത്, അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമുള്ളത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നു, വകഅയ്യിൻ മിൻ ഖറിയത്തിൻ ഹിയ അശദ്ദു ഖുവ്വതൻ മിൻ ഖറിയതിക അല്ലതി അഖ്റജത്ക അഹ്ലക്നാഹും ഫലാ നാസിറ ലഹും. വകഅയ്യിൻ മിൻ ഖറിയത്തിൻ, എത്ര നാടുകളാണ്, എത്ര രാജ്യങ്ങളാണ്. ഹിയ അശദ്ദു ഖുവ്വ, അത് ഏറ്റവും ശക്തിയുള്ളവരായിരുന്നു. മിൻ ഖറിയതിക, നിന്റെ നാട്ടിനേക്കാളും ശക്തിയുള്ളവരായിരുന്നു, കടുത്ത ശേഷിയുള്ളവരായിരുന്നു ആ നാട്ടുകാർ. എന്നാൽ അല്ലത്തി അഖ്റജത്ക, അതായത് നിന്നെ പുറത്താക്കിയ നാടിനേക്കാൾ. ഏതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കിയ നാടെന്ന് പറഞ്ഞാൽ മക്ക. ഇവിടെ നാട് ശക്തിയുള്ളവരായിരുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? നാട്ടുകാർ അല്ലേ? നാട് ശക്തിയുള്ളവരായിരുന്നു പറഞ്ഞാൽ നാട്ടുകാർ ശക്തിയുള്ളവരായിരുന്നു. അത് ഒരു പ്രയോഗമാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങൾ ഉപ്പയോട് പറഞ്ഞതുപോലെ, വസ്അലിൽ ഐറ അല്ലതി അഖ്ബൽനാ ഫീഹാ വസ്അലിൽ ഖറിയത അല്ലതി കുന്നാ ഫീഹാ വൽ ഐറ അല്ലതി അഖ്ബൽനാ ഫീഹാ, ഞങ്ങൾ ഉണ്ടായിരുന്ന നാടിനോട് ചോദിച്ചു നോക്കൂ. അതുപോലെ ഞങ്ങളുടെ ഐർ എന്ന് പറഞ്ഞാൽ ആ മൃഗങ്ങളുടെ യാത്രാ സംഘം, അതിനോട് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ നാടിനോട് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാരോട് ചോദിച്ചു നോക്കൂ. അതിൽ വന്ന ആളുകളോട് ചോദിച്ചു നോക്കൂ. ഞങ്ങൾ കളവ് പറയുകയല്ല. ബിന്യാമീനെ അവിടെ മിസറിൽ പിടിച്ചു വെക്കാനുണ്ടായ കാരണം അവർ വിശദീകരിക്കുകയാണ് ഉപ്പയോട്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നാട് അത് ശക്തിയുള്ള നാടായിരുന്നു, താങ്കളെ പുറത്താക്കിയ നാട്ടിനേക്കാൾ. എന്നാലും അഹ്ലക്നാഹും, നാം അവരെ നശിപ്പിച്ചിട്ടുണ്ട്. ഫലാ നാസിറ ലഹും, അവരെ സഹായിക്കാൻ ഒരാളും ഉണ്ടായിട്ടില്ല, അവരെ സഹായിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. ഇത് നോക്കൂ, ഇത് യഥാർത്ഥത്തിൽ ഇബ്നു കസീർ പറയുകയാണ്, വഹാദാ തഹ്ദീദുൻ ഷദീദ് വവഈദുൻ അകീദ്. അല്ലാഹുവിന്റെ ശക്തമായ താക്കീതാണ്, ശക്തമായ മുന്നറിയിപ്പാണ്. ലി അഹ്ലി മക്ക, മക്കക്കാരോട്. ഫീ തക്ദീബിഹിം ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ നിഷേധിച്ചതിന്റെ പേരിലുള്ള അള്ളാഹുവിന്റെ ശക്തമായ താക്കീതാണിത്. കാരണം വഹുവ സയ്യിദുർ റുസുൽ വഖാതമുൽ അംബിയാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലുകളുടെ നേതാവാണ്, അന്തിമ നബിയാണ്, ഏറ്റവും ശ്രേഷ്ഠനാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും ശ്രേഷ്ഠതയിൽ താഴെയുള്ള നബിമാരെ നിഷേധിച്ചതിന്റെ പേരിൽ ഈ നാട്ടുകാരെക്കാൾ ശക്തിയുള്ള നാട്ടുകാരെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. ഇവരാകട്ടെ, ഇവരിലേക്ക് വന്ന റസൂൽ അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാട്ടുകാരാകട്ടെ അവരെക്കാളൊന്നും ശക്തിയുള്ളവരല്ല. വലിയ ശേഷിയുണ്ടായിരുന്ന, ശരീരശേഷിയുണ്ടായിരുന്ന, പർവ്വതങ്ങൾ തുരന്ന് വീടുകൾ ഉണ്ടാക്കിയിരുന്ന വലിയ ആളുകൾ. അവരുടെ ശരീരം വലുതായിരുന്നു, അവർക്ക് വലിയ ആയുസ്സുണ്ടായിരുന്നു, വലിയ ശക്തി ഉണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒന്നാകെ നശിപ്പിക്കുന്ന ശിക്ഷ കൊണ്ടുവരാതിരുന്നത്? കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ് അവിടുന്ന് നബിയുർ റഹ്മ, റഹ്മത്തിന്റെ നബിയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഉമ്മത്തിൽ ആളുകളെ ഒന്നാകെ നശിപ്പിക്കുന്ന ശിക്ഷ കൊണ്ടുവരികയില്ല. അവർക്ക് പരലോകത്താകട്ടെ കടുത്ത ശിക്ഷ ഉണ്ടായിരിക്കുകയും ചെയ്യും. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, യുദാഅഫു ലഹുമുൽ അദാബ്, അവർക്ക് ശിക്ഷ ഇരട്ടിയായി നൽകപ്പെടും. അപ്പൊ ഇവിടെ നൽകപ്പെടുകയില്ല എന്നത്, ഇവിടെ അള്ളാഹു അവരെ ഒന്നാകെ നശിപ്പിക്കുകയില്ല എന്നത് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിന് ചെയ്തിട്ടുള്ള റഹ്മത്താണ്. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ.
സൂറത്തു അൽ അൻഫാലിൽ അള്ളാഹു പറയുകയാണ്, കാഫിറുകൾ അവർ വെല്ലുവിളിച്ചു. അവർ പറഞ്ഞു, അല്ലാഹുവേ, ഇത് സത്യമാണെങ്കിൽ അംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാ, നീ ആകാശത്ത് നിന്ന് ഞങ്ങൾക്ക് നേരെ ഒരു കല്ല് പെയ്യിക്കും. അവരുടെ നിഷേധത്തിന്റെ കടുപ്പം നോക്കി. സൂറത്തുൽ അൻഫാലിൽ അവരുടെ വാക്കായി അള്ളാഹു പറഞ്ഞതാണ്, ഇത് സത്യമാണെങ്കിൽ നീ ആകാശത്ത് നിന്നൊരു കല്ല് ഞങ്ങളുടെ പേര് പെയ്യിക്കും, അല്ലെങ്കിൽ കടുത്ത വേദനയേറിയ ശിക്ഷ ഞങ്ങൾക്ക് കൊണ്ടുവന്നു തരൂ. നമുക്ക് അവരുടെ ബുദ്ധിമോശം നോക്കണം. ഇത് സത്യമാണെങ്കിൽ റബ്ബേ ഇത് സ്വീകരിക്കാനുള്ള തൗഫീഖ് തരണേന്നല്ല ചോദിക്കുന്നത്, പിന്നെയോ ഇത് സത്യമാണെങ്കിൽ ഞങ്ങൾ നശിപ്പിക്കണേന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, നബിയെ താങ്കൾ അവരിൽ ഉണ്ടായിരിക്കെ അവരെ അല്ലാഹു നശിപ്പിക്കുകയില്ല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കെ അങ്ങനെയുള്ള സന്ദർഭത്തിലും അള്ളാഹു അവരെ നശിപ്പിക്കുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയിരിക്കുന്നു. ഇനി അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഇസ്തിഗ്ഫാർ നടത്താനാണ്. അള്ളാഹു അതിനുശേഷം ചോദിച്ചു, വമാ ലഹും അല്ലാ യുഅദ്ദിബഹും അല്ലാഹ്, അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കാൻ എന്ത് അർഹതയാണ് അവർക്കുള്ളത്? അവരുടെ യോഗ്യത കൊണ്ട് അള്ളാഹു അവരെ നശിപ്പിക്കാത്തതല്ല, മറിച്ച് അള്ളാഹുവിന്റെ തീരുമാനമാണത്. ഈ ഉമ്മത്തിനെ, പഴയകാല നബിമാരുടെ ഉമ്മത്തിനെ നിഷേധിച്ചപ്പോൾ ഒന്നാകെ അള്ളാഹു നശിപ്പിച്ചതുപോലെ ഈ ഉമ്മത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട ജനങ്ങളെ അള്ളാഹു അങ്ങനെ നശിപ്പിക്കുകയില്ല എന്നത്. അല്ലാതെ ഇവരുടെ തിന്മ കുറവായതുകൊണ്ടല്ല, ഇവരുടെ തിന്മ യഥാർത്ഥത്തിൽ ഗൗരവമേറിയതാണ്. മക്കയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, അൻതി അഹബ്ബു ബിലാദില്ലാഹി ഇലല്ലാഹ്, അൻതി അഹബ്ബു ബിലാദില്ലാഹി ഇലല്ലാഹ്, നീ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ്. വഅൻതി അഹബ്ബു ബിലാദില്ലാഹി ഇലൈ, അള്ളാഹുവിന്റെ നാടുകളിൽ, ഭൂമിയിൽ, അള്ളാഹു നിശ്ചയിച്ച ഭൂമിയിലെ സ്ഥലങ്ങളിൽ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. പക്ഷേ വലൗല അന്നൽ മുശ്രിക്കീന അഖ്റജൂനി ലം അഖ്റുജ് മിൻക്, മുശ്രിക്കുകൾ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് മക്കയിൽ നിന്ന് പോകുമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കാരണം ഏറ്റവും ശ്രേഷ്ഠമായ നാട് ഏതാണ്? മക്കയാണ്. മക്കയാണ് ഏറ്റവും ശ്രേഷ്ഠമായ നാട്. അതിനുശേഷമാണ് മദീനയുടെ സ്ഥാനം. മുശ്രിക്കുകൾ അവിടെ നിന്ന് പുറത്താക്കിയതുകൊണ്ടാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മദീനയിലേക്ക് ചെന്നത്. ശരി, പിന്നെ മക്കം വിജയിച്ചടക്കിയല്ലോ, ഇതിനവിടെ എന്തുകൊണ്ടാണ് തിരിച്ചു വരാതിരുന്നത്? അവിടെ തിരിച്ച് താമസിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അതല്ല ഏറ്റവും നല്ല നാട് ആണ്. പക്ഷേ അതിന്റെ കാരണം വേറെയാണ്. അതെന്തുകൊണ്ടെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഹിജ്റ പോയതാണ്. ഹിജ്റ എന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനു വേണ്ടി ആ നാടിനെ ഉപേക്ഷിക്കുക എന്നതാണ് ഹിജ്റ. അങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പാടില്ല, പിന്നെ തിരിച്ച് സ്ഥിരതാമസമാക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ താമസിച്ച് തിരിച്ചു പോകുന്നതിനിടയിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് സുഖമില്ലാതായി. സഹാബി പേടിക്കുകയാണ്, എന്ത്, ഞാൻ ഇവിടെ വെച്ച് മരിച്ചു പോകുമോ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു എന്റെ സഹാബത്തിന് നീ ഹിജ്റ പൂർത്തിയാക്കി കൊടുക്കണേ. സഅദ് ബിൻ ഖൗല എന്നുപേരുള്ള സഹാബി മക്കയിൽ മരണപ്പെട്ടു തിരിച്ചു വന്നതിനിടയിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിന്നൽ ബാഇസ് സഅദ് ബിൻ ഖൗല, സഅദ് ബിൻ ഖൗലക്കാണ് ആ പ്രയാസമുണ്ടായത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു പോയ നാട്ടിൽ തന്നെ മരണപ്പെടേണ്ട അവസ്ഥ വന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ സദഖ കൊടുത്താൽ അത് എന്താ ആകരുത്, തിരിച്ചു വാങ്ങരുതെന്ന് പറഞ്ഞല്ലോ. സദഖ കൊടുത്തത് തിരിച്ചു വാങ്ങാൻ പാടില്ല, കാരണം അത് അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിച്ചതാണ്, പിന്നെ തിരിച്ചെടുക്കരുത്. അത് അങ്ങനെ വാങ്ങുന്നവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മോശമായ ഒരു ഉദാഹരണം കൊണ്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. സദഖയിലേക്ക് തിരിച്ചു പോവുക. എത്രത്തോളം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാൾക്ക് ഒരു കുതിരയെ ദാനം ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് പറയുകയാണ്, നബിയെ, അയാൾ ആ കുതിരയെ മര്യാദയ്ക്ക് നോക്കിയില്ല, എന്നിട്ട് ഇപ്പോൾ ചന്തയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നു, അയാൾ വിൽക്കുകയാണ്. നബിയെ, ഞാൻ
അയാളോട് വാങ്ങിക്കോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഉദ് ഫി സദഖതി, നീ നിന്റെ സദഖയിലേക്ക് തിരിച്ചു പോകരുത്, അത് വില കൊടുത്തു പോലും വാങ്ങരുതെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്, എന്ത് ഒരാൾ സദഖ കൊടുത്തത് പിന്നെ അയാൾക്ക് തന്നെ അനന്തരമായി കിട്ടിയാൽ എടുക്കാൻ പറ്റുമോ? അല്ലെ, അയാളുടെ ഉമ്മാക്കോ ഉപ്പാക്കോ ആർക്കെങ്കിലും സദഖയായി കൊടുത്തു, എന്നിട്ട് പിന്നെ അയാൾ മരണപ്പെട്ട അനന്തരാവകാശിയായി ഇയാളുടെ കയ്യിൽ തന്നെ ആ സ്വത്തെത്തിയാൽ അത് എടുക്കാൻ പറ്റുമോ എന്നുവരെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. അത് അനുവദനീയമാണ് എന്നാണ് പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചിട്ടുള്ളത്. കാരണം അത് ഒരു നിലക്കും ഇയാൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് തിരിച്ചെത്തുന്നതല്ല എന്നതിനാൽ. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മക്കയിലേക്ക് പിന്നീട് ഇസ്ലാമിൻ്റെ നാടായിട്ടുകൂടി ഏറ്റവും നല്ല നാടായിട്ടുകൂടി തിരിച്ചു വരാതിരുന്നത്. കാരണം അവർ അത് അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചതാണ് എന്നതിനാൽ. യഥാർത്ഥത്തിൽ ഭൂമിയിൽ ഏറ്റവും നല്ല നാട് അത് മക്കയാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള ഭവനം ആദ്യമായി നിർമ്മിക്കപ്പെട്ട നാട്. ഇവിടെ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത്? നബിയെ, ഈ നാടിനേക്കാളും ശക്തരായ നാടുകളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു അവരെ ഇല്ലാതാക്കിയിട്ടുണ്ട്, അവരെ സഹായിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. താങ്കളെ പുറത്താക്കിയ നാട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഒരു നബിയെ ഒരു നാട്ടുകാർ പുറത്താക്കിയാൽ പിന്നെ അവർക്ക് അവിടെ അധികകാലം സ്വസ്ഥതയോടെ കഴിയാൻ അള്ളാഹു അനുവദിക്കുകയില്ല. സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, وَإِنْ كَادُوا لَيَسْتَفِزُّونَكَ مِنَ الْأَرْضِ لِيُخْرِجُوكَ مِنْهَا وَإِذًا لَا يَلْبَثُونَ خِلَافَكَ إِلَّا قَلِيلًا سُنَّةَ مَنْ قَدْ أَرْسَلْنَا قَبْلَكَ مِنْ رُسُلِنَا وَلَا تَجِدُ لِسُنَّتِنَا تَحْوِيلًا وَإِنْ كَادُوا لَيَسْتَفِزُّونَكَ مِنَ الْأَرْضِ لِيُخْرِجُوكَ مِنْهَا. ഓ നബിയെ, അവർ താങ്കളെ ഈ ഭൂമിയിൽ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. എന്തിനു വേണ്ടി? ആ നാട്ടിൽ നിന്ന് താങ്കളെ പുറത്താക്കാൻ. ഇതൻ അങ്ങനെ സംഭവിച്ചാൽ, സൂറത്തുൽ ഇസ്രായിലെ ആയത്താണ്, മക്കയിൽ അവതരിപ്പിച്ച സൂറത്താണ് സൂറത്തു അൽ ഇസ്രാ. അങ്ങനെ സംഭവിച്ചാൽ വഇദൻ ലാ യൽബതൂന ഖിലാഫക ഇല്ലാ ഖലീലാ, കുറച്ചു കാലമല്ലാതെ അവരവിടെ പിന്നെ താങ്കളുടെ ശേഷം അവർ താമസിക്കുകയില്ല. സുന്നത മൻ ഖദ് അർസൽനാ ഖബ്ലക മിർ റുസുലിനാ, താങ്കൾക്ക് മുൻപ് നാം അയച്ച റസൂലുകളിലുള്ള അള്ളാഹുവിന്റെ നടപടിക്രമമാണത്. വലാ തജിദു ലിസുന്നതിനാ തഹ്വീല, നമ്മുടെ നടപടിക്രമത്തിന് ഒരു മാറ്റം നീ കാണുകയില്ല. നോക്കൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം. അവിടുത്തെ അവർ പുറത്താക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയെ ഉപേക്ഷിച്ച് മദീനയിലേക്ക് ഹിജറ പോകേണ്ടി വന്നു. വെറും 1.5 വർഷം കൊണ്ടാണ് ബദറുണ്ടായത്. ഹിജറ 2ാമത്തെ വർഷം ബദറുണ്ടായി. 1.5 വർഷം കൊണ്ട് എന്തായി? മക്കയിലെ അവരുടെ തലകൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മക്കാദ അതിന്റെ കരളിനൊക്കെ എടുത്ത് പുറത്തിട്ടിരിക്കുന്നു. എല്ലാം നേതാക്കന്മാരൊക്കെ ഉണ്ട് ഇവിടെ ബദറിൽ, പ്രധാനപ്പെട്ടവരൊക്കെ ഉണ്ട്. അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത് എന്ന് തുടങ്ങി തലവന്മാർ, സനാദീദ് ഖുറൈശ് ഒക്കെ കൊല്ലപ്പെട്ടു ബദറിൽ. അബൂ സുഫിയാൻ രക്ഷപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂ സുഫിയാൻ ഹിദായത്ത് ഉദ്ദേശിച്ചിരുന്നു റളിയല്ലാഹു അൻഹു. ധാരാളം പിന്നീടുള്ള യുദ്ധങ്ങളിൽ മുശ്രിക്കുകളുടെ നേതാവായിരുന്നു, ഉഹദിലും ഖന്ദഖിലുമെല്ലാം. എന്നാൽ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം സ്വീകരിക്കാനുള്ള ഭാഗ്യം കൊടുത്തു. അങ്ങനെയാണ് പല സഹാബിമാർ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അവസാന കാലത്ത് പറയുന്നുണ്ട്, ഞാൻ ഇസ്ലാമിന്റെ കൂടിയ ശത്രുവായ ഒരു കാലമുണ്ടായിരുന്നു, അന്നെങ്ങാനും അള്ളാഹു എന്നെ മരിപ്പിച്ചിരുന്നുവെങ്കിൽ ഞാൻ നരകത്തിലായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഞാൻ വന്നു, എന്നിട്ടോ നബിയുടെ മുഖത്ത് നോക്കാൻ തന്നെ എനിക്ക് പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനവും സ്നേഹവും കാരണത്താൽ. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ സഹാബിമാർ 2 തരക്കാരാണ്. ചിലർ നബിയോടുള്ള സ്നേഹം കൊണ്ട് കണ്ണെടുക്കുകയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത്. എന്നാൽ ചിലരാകട്ടെ സ്നേഹവും അതുപോലെ ബഹുമാനവും നബിയോടുള്ള മഹത്വവും മനസ്സിലുണ്ടായതുകൊണ്ട് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കാൻ അവർക്ക് സാധിക്കുകയില്ല, അവർ തലതാഴ്ത്തും. അംർ ഇബ്നുൽ ആസ് പറഞ്ഞത് കാണാം, എന്നോട് നബിയെ വർണ്ണിക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് സാധ്യമല്ല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കണ്ണ് ആകെ തുറന്ന് നോക്കാറുണ്ടായിരുന്നില്ല എന്ന്. ഈ ജലാലിന്റെ തഅലീമിന്റെ ഒരു ഭാഗമാണത്, ബഹുമാനവും അതുപോലെ മഹത്വം കൽപ്പിക്കുക എന്നതിന്റെ ഭാഗം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അവിടെ
വേറൊരു മഹത്തായ ഒരു ഫായിദ, ഒരു ഗുണപാഠം നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. അതായത് നിസ്കാരത്തിൽ നമ്മളെവിടെയാണ് നോക്കേണ്ടത്? താഴെയാണ് നോക്കേണ്ടത്, സുജൂദിന്റെ സ്ഥാനത്താണ് നോക്കേണ്ടത്. എന്നു മാത്രമല്ല, കണ്ണുയർത്തുക എന്നത് കടുത്ത താക്കീത് പറയപ്പെട്ട കാര്യമാണ്. കണ്ണുകൾ റാഞ്ചി എടുക്കപ്പെട്ടേക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിന് മുകളിലേക്ക് നോക്കുക എന്നുള്ളത്, നിസ്കാരത്തിന് മുകളിലേക്ക് നോക്കാൻ പാടില്ല. മുകളിലേക്ക് നോക്കുക എന്നത് പാടില്ല. മറിച്ച് സുജൂദിന്റെ സ്ഥാനത്തെ കണ്ണുകൾ താഴ്ത്തുകയാണ് വേണ്ടത്. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, അതിന്റെ കാരണം അല്ലാഹു അലം, അല്ലാഹുവിനാണ് കൂടുതൽ അറിയുക. കാരണം നിസ്കരിക്കുന്നവന്റെ മുന്നിൽ റബ്ബ് നിൽക്കുമെന്നാണ്. റബ്ബ് അവന്റെ മുഖവുമായി നിസ്കരിക്കുന്നവന്റെ മുഖത്തേക്ക്, അതിനടുത്തേക്ക് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്നൽ മുസല്ലി യുനാജി റബ്ബ, നിസ്കരിക്കുന്നവൻ റബ്ബുമായി മുനാജാത്തിലാണ്, സംസാരത്തിനാണ്. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള തഅളീമിന്റെ, അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ മഹത്വം കൽപ്പിക്കുന്നതിന്റെ ഭാഗമായി കണ്ണുകൾ താഴ്ത്തുകയാണ് ചെയ്യേണ്ടത്. അതായിരിക്കാം അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത്. അല്ലാഹു അലം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അത് സൂചിപ്പിച്ചത് കാണാം. അമർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മുസ്ലിമാകാൻ വേണ്ടി വന്നപ്പോൾ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി കൈ നീട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ നീട്ടിയപ്പോൾ അമർ ഇബ്നു ആസ് കൈ നീട്ടിയില്ല, കൈ നീട്ടാതിരുന്നു. സഹീഹ് മുസ്ലിമിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അമർ ബൈഅത്ത് ചെയ്യാത്തത്? അപ്പോൾ അമർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഒരു നിബന്ധനയുണ്ട്, ഞാൻ ബൈഅത്ത് ചെയ്യണമെങ്കിൽ, മുസ്ലിം ആകണമെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരണ പ്രതിജ്ഞ നടത്തണമെങ്കിൽ. അപ്പോൾ പറഞ്ഞു, എന്താണത്? എനിക്ക് അള്ളാഹു പുറത്തു തരണം, എൻ്റെ കഴിഞ്ഞ തെറ്റുകൾ പുറത്തു തരണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ അലിംത യാ അമർ അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ല. അമർ, താങ്കൾക്കറിയില്ലേ ഇസ്ലാം അതിനു മുമ്പുള്ള പാപങ്ങളെ എല്ലാം തകർത്ത് കളയുമെന്ന്? എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമറിന് ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. അങ്ങനെയുള്ള പല സഹാബിമാർ പിന്നീട് ഇസ്ലാം സ്വീകരിക്കാൻ അള്ളാഹു അവർക്ക് ഭാഗ്യം നൽകുകയുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഈ വിജയങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാം സത്യമാണ് എന്നതിനുള്ള തെളിവാണ്. കാരണം അള്ളാഹുവിൻ്റെ നബിയാണ്, റസൂലാണെന്ന് അവകാശപ്പെട്ട് റസൂലല്ലാത്ത ഒരാൾ വരിക, എന്നിട്ട് അള്ളാഹു ആ വ്യക്തിക്ക് എല്ലാ വിജയങ്ങളും, ജീവിതത്തിൽ ഉടനീളം വിജയങ്ങൾ മാത്രം നൽകുക, പടിപടിയായ വിജയങ്ങൾ. അതിനിടയിലുണ്ടായ താൽക്കാലികമായ പരീക്ഷണങ്ങൾ അത് മുഅ്മിനീങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ അങ്ങോ വലിയ വിജയങ്ങൾ അള്ളാഹു ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും ആ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുയായികൾക്ക് അള്ളാഹു നൽകുക. ആ കാലത്ത് ഏറ്റവും വലിയ രണ്ട് സാമ്രാജ്യങ്ങൾ, പേർഷ്യൻ റോമൻ സാമ്രാജ്യങ്ങൾ, കിസ്റയുടെയും കൈസറിൻ്റെയും ഖജനാവുകൾ, നിധികൾ, അത് മദീനയിലേക്ക് കൊണ്ടുവരപ്പെടുകയും അത് ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കപ്പെടുകയും ചെയ്യുക. ഇതൊന്നും സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ അങ്ങേയറ്റം അത്ഭുതമാണിതെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ സഹാബത്തിന്, ഈ ഉമ്മത്തിലെ ആദ്യ തലമുറക്ക് അള്ളാഹു നൽകിയ ഈ വിജയവും സഹായവും തന്നെ ഇസ്ലാം ഹക്കാണ് എന്നതിനുള്ള വലിയ തെളിവുകളിൽ ഒന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അഹ്ലുൽ കിതാബിൽപ്പെട്ട ചിലർ പറഞ്ഞു, മുഹമ്മദ് നബിയാണ് ശരി, പക്ഷേ ഞങ്ങളിലേക്കുള്ള നബിയല്ല, അറബികളിലേക്കുള്ള നബിയാണ്. അവരാ വാക്കിൽ തന്നെ യഥാർത്ഥത്തിൽ അവരുടെ വാക്കിനുള്ള മറുപടിയുണ്ട്. നബിയാണെന്ന് വിശ്വസിച്ചിട്ട് കൂടി അവർ മുസ്ലിമീങ്ങളായില്ല, ഇസ്ലാമിന് പുറത്താണ്, നരകാവകാശികളാണ് ആ വിശ്വാസത്തിൽ മരിച്ചവർ. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകരിലേക്ക് മുഴുവനുള്ള റസൂലാണ്. ശരി, അവർ ആ പറയുന്ന വാക്കിൽ തന്നെ അതിന് മറുപടിയുണ്ട്. കാരണം ഇത് അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിൽ ആ റസൂല് പറയുന്നത് മുഴുവൻ വിശ്വസിക്കണ്ടേ? ആ റസൂല് പറയുന്നു ഞാൻ ലോകരിലേക്ക് മുഴുവനുമുള്ള റസൂലാണ്, എന്നിട്ട് അത് വിശ്വസിക്കാതെ എന്നാൽ അത് നബി തന്നെയാണ് എന്നും പറയുക, ഇതെങ്ങനെ ശരിയാകും? അള്ളാഹു പറയുന്നു, അഫമൻ കാന അലാ ബയ്യിനത്തിൻ മിൻ റബ്ബിഹി കമൻ സുയ്യിന ലഹു സൂഉ അമലിഹി വത്തബഉ അഹ്വാഅഹും. അഫമൻ കാന അലാ ബയ്യിനത്തിൻ മിൻ റബ്ബിഹി, ഒരുവൻ കാന അലാ ബയ്യിനത്തിൻ മിൻ റബ്ബിഹി, മൻ കാന അലാ ബയ്യിനത്തിൻ മിൻ റബ്ബിഹി, ആരാണോ തൻ്റെ റബ്ബിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകളിന്മേൽ നിലകൊള്ളുന്നവൻ. അഫമൻ കാന അലാ ബയ്യിനത്തിൻ മിൻ റബ്ബിഹി കമൻ സുയ്യിന ലഹു, അങ്ങനെയുള്ള ഒരാൾ വേറൊരുവനെ പോലെ ആകുമോ? കമൻ സുയ്യിന ലഹു,
അവന് അലങ്കാരമാക്കി തോന്നപ്പെട്ടിരിക്കുന്നു സൂ അമലിഹി, അവന്റെ വൃത്തികെട്ട പ്രവർത്തനങ്ങൾ. വത്തബഉ, എന്നിട്ട് അവർ പിൻപറ്റുകയും ചെയ്തു അഹ്വാഅഹും, അവരുടെ ഹവ, അവരുടെ ദേഹേച്ഛ, അവരുടെ തോന്നിവാസം. ഇത് രണ്ടുപേരും എങ്ങനെയാണ് ഒരുപോലെ ആവുക? ഒരിക്കലും ഒരുപോലെയല്ല. അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിൻ റബ്ബികൽ ഹഖ് കമൻ ഹുവ അഅമ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. അല്ലാഹു ചോദിക്കുകയാണ്, അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിൻ റബ്ബികൽ ഹഖ്, ഓ നബിയെ, താങ്കളുടെ റബ്ബിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടത് സത്യമാണ്. താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് താങ്കളുടെ റബ്ബിങ്കിൽ നിന്നുള്ള സത്യമാണ് എന്ന് അറിയുന്നവൻ, ആ അറിവുള്ളവനും കമൻ ഹുവ അഅമ, കണ്ണു കാണാത്തവനും ഒരുപോലെ ആകുമോ? ഇല്ല. ഈ ദീനിൽ വിശ്വസിച്ചവനും വിശ്വസിക്കാത്തവനും ഒരിക്കലും ഒരുപോലെയല്ല. അള്ളാഹു സന്മാർഗം നൽകിയവനും അത് കിട്ടാത്തവനും ഒരുപോലെയല്ല. അഫമൻ യംശി മുഖിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദ അമ്മൻ യംശി സവിയൻ അലാ സിറാത്തിൻ മുസ്തഖീം. തലകുത്തി നടക്കുന്ന ഒരുവൻ, മുഖം കുത്തി നടക്കുന്ന ഒരുവനും നേരെ സന്മാർഗത്തിൽ സിറാത്തുൽ മുസ്തഖീമിൽ നേർക്ക് നേരെ നിന്ന് നേരെ സഞ്ചരിക്കുന്നവനും ആരാണ് കൂടുതൽ നല്ല വഴിയിലുള്ളവൻ? ആരാണ് ഏറ്റവും സന്മാർഗം ലഭിച്ചവനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹു നൽകിയ വെളിച്ചത്തിനാണ്. അവനറിയാം എന്തൊക്കെയാണ് ശരിയായ വിശ്വാസം, ഏതാണ് പിഴച്ച വിശ്വാസങ്ങൾ, ഏതാണ് ശരിയായ അമൽ, ഏതാണ് മോശം പ്രവർത്തനം, ഏതൊക്കെയാണ് ഹലാൽ, ഏതൊക്കെയാണ് ഹറാം, അവനറിയാം. അങ്ങനെ അതിൽ നിലകൊള്ളുന്നവനും അതല്ലാത്തവനും ഒരിക്കലും ഒരുപോലെയല്ല. കമൻ സുയ്യിന ലഹു സൂഉ അമലി വത്തബഉ അഹ്വാഅഹു, തന്റെ ദുഷ്പ്രവർത്തനങ്ങൾ ഒരുവന് നല്ലതായി തോന്നുകയാണ്, അവനത് പിശാച് അലങ്കാരമായി തോന്നിപ്പിച്ച് കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് അവൻ തന്റെ ദേഹേച്ഛയെ പിൻപറ്റുന്നു. അങ്ങനെയുള്ളവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്ന, അള്ളാഹു അവതരിപ്പിച്ച വ്യക്തമായ തെളിവിൽ നിലകൊള്ളുന്ന ഒരുവനെ പോലെ ഒരിക്കലും ആവുകയില്ല. ഇതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ മുഅ്മിനീങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. മസലുൽ ജന്നത്തില്ലതി ഉഇദൽ മുത്തഖൂൻ, മസലുൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഉദാഹരണം, അല്ലതി ഉഇദൽ മുത്തഖൂൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗം. ഫീഹ അൻഹാറുൻ, അവിടെ അരുവികളുണ്ട്. മിമ്മാഇൻ, ശുദ്ധമായ ജലത്തിന്റെ അരുവി. ഗൈരി ആസിൻ, ഒരു കലർപ്പും കലരാത്ത, മോശമായതൊന്നും കലരാത്ത, ദുർഗന്ധമോ മോശമായ നിറമോ മോശമായ രുചിയോ കല്ലുകടിയോ ഒന്നുമില്ലാത്ത വെള്ളം, അതാണ് മാഉൻ ഗൈറു ആസിൻ. വഅൻഹാ, അതിന്റെ അരുവിയുണ്ട്, സ്വച്ഛമായ വെള്ളത്തിന്റെ അരുവി. വഅൻഹാറും മിൻ ലബൻ, പാലിന്റെ നദിയുണ്ട്. എങ്ങനെയുള്ള പാലാണ്? ലം യതഗയ്യർ തഅമുഹു, ലം യതഗയ്യർ, മാറിപ്പോയിട്ടില്ല, തഅമുഹു, അതിന്റെ രുചി മാറിപ്പോയിട്ടില്ല. സ്വർഗത്തിലെ പാലെന്ന് പറഞ്ഞാൽ അത് മൃഗങ്ങളുടെ അകിടിൽ നിന്ന് വരുന്ന പാലല്ല, മൃഗങ്ങളുടെ അകിടിൽ നിന്ന് വന്നിട്ടുള്ള പാലല്ല അത്, മറിച്ച് ശുദ്ധമായ പാലാണത്. അത് പാലായി തന്നെ ഒഴുകുന്ന, അള്ളാഹുവിന്റെ അർശിന് കീഴെ നിന്ന് പൊട്ടിയൊളിക്കുന്ന പാലിന്റെ അരുവിയാണത്. വഅൻഹാറുൻ മിൻ ഖംറിൻ, ഖംറിന്റെ നദിയുണ്ട്, മദ്യത്തിന്റെ അരുവി. ലദ്ദത്തിൻ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് അങ്ങേയറ്റം രുചിയുള്ള സ്വാദുള്ള മദ്യത്തിന്റെ അരുവി. മദ്യത്തിന്റെ അരുവി എന്നാൽ സ്വർഗത്തിലെ മദ്യത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ, ഒരിക്കലും അത് കുടിച്ചാൽ തലവേദന ഉണ്ടാവുകയില്ല. അതുപോലെ വലാ യുൻസിഫൂൻ, ബുദ്ധി നീങ്ങിപ്പോവുകയില്ല. മറ്റൊരായത്തിൽ പറഞ്ഞു ലാ ഫീഹ ഗൗലുൻ വലാ ഹും അൻഹാ യുൻസഫൂൻ. ലാ ഫീഹ ഗൗൽ, അത് കുടിച്ചാൽ വയറുവേദനിക്കുകയില്ല. വലാ യുൻസഫൂൻ, അതുകൊണ്ട് ബുദ്ധി നീങ്ങിപ്പോവുകയില്ല. ദുനിയാവിലെ മദ്യത്തിനുള്ള മോശമായ രുചിയോ മോശമായ മണമോ ഒരിക്കലും ഉണ്ടാവുകയില്ല. എന്നാൽ ഏറ്റവും നല്ല രുചി, ഏറ്റവും നല്ല ത്രസിപ്പിക്കുന്ന രുചിയുള്ള മദ്യമാണ് സ്വർഗത്തിലെ ഖമർ. അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടുള്ള ഓരോന്നിലും നാം അതുപോലെ വിശ്വസിക്കുന്നു. അല്ലാഹു അത് മുഅ്മിനീങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു. അതുപോലെ വഅൻഹാറുൻ, നദികളുണ്ട്, മിൻ അസൽ,
തേനിന്റെ അരുവികൾ. മുസഫ, എങ്ങനെയുള്ള തേനാണത്? മുസഫ, ശുദ്ധമായ തേനാണ്. ദുനിയാവിലെ തേനിനുണ്ടാകുന്നത് പോലെയുള്ള കലർപ്പോ മെഴുകോ ഒന്നും കലരാത്ത ശുദ്ധമായ തേൻ. വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്ത്, അവിടെ അവർക്ക് എല്ലാ പഴങ്ങളിൽ നിന്നും അള്ളാഹു നൽകും. വമഗ്ഫിറത്തും മിൻ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കൽ നിന്നുള്ള പാപമോചനവും അവർക്കുണ്ട്. നോക്കൂ, ഈ സ്വർഗത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഫി അൽ ജന്നതി ബഹ്റുൽ ലബൻ, സ്വർഗത്തിൽ പാലിന്റെ അരുവിയുണ്ട് എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അതിന്റെ സമുദ്രമുണ്ട്. വബഹ്റുൽ മാ, ജലത്തിന്റെ സമുദ്രമുണ്ട്. വബഹ്റുൽ അസൽ, തേനിന്റെ സമുദ്രമുണ്ട്. വബഹ്റുൽ ഖമർ, ഖമറിന്റെ സമുദ്രമുണ്ട്. സുമ്മ തശഖഖുൽ അൻഹാറു മിൻഹാ ബഅദ്, പിന്നെ അതിൽ നിന്ന് നദികളും പൊട്ടിയൊഴുകുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതുമാത്രമല്ല, അവിടുന്ന് പറഞ്ഞു ഇദാ സഅൽതുമുല്ലാഹ തആല ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കുക. ഫഇന്നഹു ഔസത്തുൽ ജന്ന, അതാണ് സ്വർഗത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഇടം, ഏറ്റവും വിശിഷ്ടമായ ദറജ അത് ഫിർദൗസാണ്. വഅഅലൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും മുകൾ ഭാഗം അതാണ്. വമിൻഹു തഫജ്ജറു അൻഹാറുൽ ജന്ന, സ്വർഗത്തിലെ അരുവികൾ അവിടെ നിന്നാണ് പൊട്ടിയൊഴുകുന്നത്. വഫൗഖഹു അർശുർ റഹ്മാൻ, അതിന്റെ മുകളിലാണ് റഹ്മാനായ റബ്ബിന്റെ അർശുള്ളത്. അതിന്റെ സഖ്ഫ്, അതിന്റെ മേൽക്കൂര റബ്ബിന്റെ അർശാണ്. അപ്പം അതിന്റെ വലുപ്പം എത്രയായിരിക്കും? കാരണം അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും വലുത് അള്ളാഹുവിന്റെ അർശാണ്. ഒരു വീടിന് കണക്കായ മേൽക്കൂര മാത്രമേ അതിനുണ്ടാവുള്ളൂ. വല്ലാതെ വലുത്, അതുമായിട്ട് വലിപ്പത്തിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത മേൽക്കൂര ഉണ്ടാവുകയില്ല. അപ്പൊ അർശിന്റെ വലിപ്പം എത്രയാണ്? സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ പടം, ആ ഫിർദൗസിന്റെ വലിപ്പം എത്രയാണ്? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുത് അർശാണ്. ആകാശഭൂമികൾ ഒന്നാകെ അള്ളാഹുവിന്റെ കുർസിയിൽ കൊണ്ടുവച്ചാൽ ഒരു വലിയ മരുഭൂമിയിൽ ചെറിയൊരു വളയം കൊണ്ടുവച്ചതുപോലെയാണ്. ഈ കുർസി അള്ളാഹുവിന്റെ അർശിൽ കൊണ്ടുവച്ചാൽ ഒരു വലിയ മരുഭൂമിയിൽ ഒരു വളയം കൊണ്ടുവച്ചതുപോലെയാണ്. സുബ്ഹാനല്ലാഹ്, വലിപ്പം എന്താണ് അതിന്റെ? ഈ അർശാണ് ഫിർദൗസിന്റെ സഖ്ഫ്, അതിന്റെ മേൽക്കൂര എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, അനസ് ഇബ്നു മാലിക് ഉദ്ധരിക്കുന്ന ഹദീസാണ്, ലഅല്ലകും തദുന്നൂന അന്ന അൻഹാറൽ ജന്നതി തജ്രി ഫീ ഉഖ്ദൂദിൻ ഫിൽ അർദ്, നിങ്ങൾ കരുതുന്നുണ്ടോ സ്വർഗത്തിലെ അരുവികൾ ഭൂമി താഴ്ഭാഗത്ത് നിലത്ത് കിടങ്ങുകളിലാണ് ഒഴുകുന്നതെന്ന്? ഭൂമിയിലെ നദികൾ എങ്ങനെയാണ്? അതെല്ലാം ആഴത്തിലാണ് ഒഴുകുന്നത്, അല്ലേ? ഭൂമിയിലെ നദികൾക്കെല്ലാം ആഴമുണ്ട്, അത് കുഴിയിലാണുള്ളത്, കിടങ്ങുകളിലാണുള്ളത്. സ്വർഗത്തിലെ അരുവികൾ അങ്ങനെയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. വല്ലാഹി, അല്ലാഹുവാണ്, ഇന്നഹാ ലതജ്രി സായിഹതൻ അലാ വജ്ഹിൽ അർദ്, ഭൂമിക്ക് മുകളിലൂടെയാണ് സ്വർഗത്തിലെ, അഥവാ നിലത്തിന് പ്രതലത്തിന് മുകളിലൂടെയാണ് സ്വർഗത്തിലെ അരുവികൾ ഒഴുകുക, കിടങ്ങുകളിലല്ല, കുഴികൾ ഉണ്ടാവുകയില്ല. ഇതെല്ലാം സഹോദരങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, നമ്മുടെ ഹൃദയത്തിൽ സങ്കല്പിക്കാൻ പോലുമാകാത്ത അതീവ സുന്ദരമാണ് സ്വർഗം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവിടെ അവൻ കൺകുളിർമ നിശ്ചയിച്ചിരിക്കുന്നു, അത്ഭുതങ്ങൾ അല്ലാഹു അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹഫാതുഹാ ഖിബാബുൽ ലുഅ്ലു, അതിന്റെ ഇരുവശങ്ങളിലുള്ളത് മുത്തുകൊണ്ടുള്ള കുബ്ബകളാണ്. മുത്തുകൊണ്ടുള്ള കുബ്ബകളാണ് അവിടെ അതിന്റെ ഇരുവശത്തുമുള്ളത്. ചില റിവായത്തുകളിൽ നമുക്ക് കാണാം, ഒരു ഭാഗത്ത് ലുഅ്ലുഇന്റെ കുബ്ബകൾ, ഒരു ഭാഗത്ത് യാഖൂത്തിന്റെ കുബ്ബകൾ, മറ്റൊരു മുത്ത് പവിഴത്തിന്റെ കുബ്ബകൾ, അതാണ് അതിന്റെ ഇരുഭാഗത്തുമുള്ളത്. വഖീനുഹാ അൽ മിസ്കുൽ അസ്ഫർ, അതിലെ മണ്ണ്, ആ നദികളിലെ മണ്ണ് അൽ മിസ്ക്, കസ്തൂരിയാണ്. എങ്ങനത്തെ കസ്തൂരിയാണ്? അൽ അസ്ഫർ, ഏറ്റവും മുന്തിയ കസ്തൂരി. കസ്തൂരി എന്നത് അങ്ങേയറ്റം സുഗന്ധമുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അല്ലാഹു തആല അലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.